ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളെ കൊണ്ട് കുറേ പേര് വാട്സപ്പിലും ടെലിഗ്രാമിലൊക്കെ മെസ്സേജ് ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടോക്കൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നുണ്ട്. ആ ഒരു വീഡിയോ നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്ത ടോക്കൺസ് ആണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യുന്ന കുറേ പേര് മിക്കവാറും ബൈനാൻസിന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാകുക, വേറെ കുറേ എക്സ്ചേഞ്ചസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ബൈനാൻസിലുള്ള ടോക്കൺസ് വേറെ മിക്ക എക്സ്ചേഞ്ചസിൽ അവൈലബിളും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബൈ ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊട്ടൻഷ്യൽ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റ് എന്തായാലും പമ്പാകാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മന്തൊക്കെ നമുക്ക് 26,000 ആയിരുന്നു BTC ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏകദേശം $44,000 ടച്ച് ചെയ്തു. അപ്പോൾ പിന്നെയും പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയൊരു റീട്രേസ്മെൻറ്റ് വരുന്നുണ്ട്. കാരണം നമുക്കറിയാം നമ്മുടെ ക്രിപ്റ്റോ മാർക്കറ്റ് പമ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കില്ല. എന്തായാലും ഒരു ലെവലെത്തി കഴിഞ്ഞാൽ ഒരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ റീട്രേസ്മെൻറ്റിലൊക്കെ നമ്മൾ മാക്സിമം ബൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. പിന്നെ നമുക്ക് മെയിൻലി പറയാനുള്ളത്, നമ്മൾ ഒരു 10 days മുന്നേ ഒരു ട്രോണിൻ്റെ വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രോണിൻ്റെ വെബ്സൈറ്റ് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു 2-3 days മുന്നേ അവർ വിഡ്രോ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്നലെ റീസ്റ്റാർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഒരു ടൈമിൽ ചെക്ക് ചെയ്ത സമയത്ത് നമുക്കും വിഡ്രോ കിട്ടി. ഇപ്പോഴും കറൻ്റ് അവർ വിഡ്രോ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ഏകദേശം 10+ days ആയിട്ട് ഈ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ഞാൻ ഏകദേശം ഒരു 108.5 TRX ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. എനിക്കിപ്പോൾ തന്നെ ഒരു 135, ഇത് ഇന്നലത്തെയാണ്. നമ്മൾ ഇന്നത്തെ ഒരു 150+ TRX നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും പ്രോഫിറ്റ് സോണിലായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വെബ്സൈറ്റ് വരുന്ന സമയത്ത് മാക്സിമം പെട്ടെന്ന് എടുക്കണമെന്ന് നമുക്ക് അത്രയും പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും ഇനി അധികം വൈപ്പിക്കാൻ നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTC ഏകദേശം 44,000+ പോയി. പിന്നെ ഒന്ന് മാർക്കറ്റ് ഒന്ന് റീട്രേസ് എടുത്തിരിക്കുക, ഏകദേശം $44,700 വരെ പമ്പ് ചെയ്ത് പോയതാണ്. പിന്നെ ഒന്ന് റീഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തായാലും ഒരു റീഡ്രോപ്പ് വരും. അത്രയും പമ്പ് ആയതുകൊണ്ട് തന്നെ മാക്സിമം BTC റീട്രേസ് എടുക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള 2-3 ദിവസം മുന്നേ തന്നെ നമ്മൾ ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്രത്തോളം റീട്രേസ് ആകുമെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട് $43,200. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്ന മേജർ സപ്പോർട്ട് ഈ ഒരു റീജിയനിലാണ് $41,800 വരുന്നുണ്ട്. അപ്പോൾ അത് ഹോൾഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന സപ്പോർട്ട് $40,000. അപ്പോൾ അങ്ങനെ നിങ്ങൾ DCA ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം മാർക്കറ്റ് പമ്പാണ് സമയത്ത് എല്ലാ ടോക്കൺസിലും ഒറ്റയടിക്ക് കൊണ്ടുപോയി പർച്ചേസ് ചെയ്യല്ല. നമ്മൾ മാക്സിമം DCA ചെയ്ത് കോമ്പൗണ്ട് ചെയ്ത് വരാം. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടോക്കൺസ് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോർട്ട്ഫോളിയോ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും BTCയും എത്തീരിയും ചെറിയൊരു എമൗണ്ടെങ്കിലും പർച്ചേസ് ചെയ്ത് വെക്കണം. ശരിക്കും പറഞ്ഞാൽ 40% BTCയും 30% എത്തീരിയും ബാക്കി 30% ആണ് ഓൾ കോയിൻസാണ് ശരിക്കത്തെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ പോലെ ഇരിക്കും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 10% BTCയും 10% എത്തീരിയെങ്കിലും ഹോൾഡ് ചെയ്ത് വയ്ക്കുക. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ഫസ്റ്റ് ടോക്കണിലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ADA നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഇന്ന് രാവിലെ കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ADA നിങ്ങൾ ഒരു 4 hours എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ BTC 36,000 നിന്ന് 44,000 പോയ സമയത്ത് എല്ലാ ഓൾഡ് കോയിൻസും അതേപോലെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെർഫോം ചെയ്ത ടോക്കണാണ് നമ്മുടെ ADA. പക്ഷേ ഈ ഒരു ADA നിങ്ങൾ 1 day എടുത്താലും നിങ്ങൾക്ക് പമ്പ് ചെയ്ത പോലെ ആയിരിക്കും കാണിക്കുക. പക്ഷേ അല്ലെങ്കിൽ 1 week അല്ലെങ്കിൽ 1 month എടുത്ത് നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം നല്ല രീതിക്കുള്ള ഒരു ക്രാഷാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് BTC ഓൾ ടൈം ഹൈ 69,000 എത്തിയ സമയത്ത് $3 വരെ പോയതാണ് ADA. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും $0.57 0.22 വരെ പോയി ഓൾ ടൈം ലോ. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട് 0.57. പക്ഷേ ഈ ഒരു എൻട്രിയും നിങ്ങൾക്ക് നല്ലൊരു എൻട്രിയാണ്. ADAയിൽ ഫ്യൂച്ചറിലോട്ടേക്ക് എൻട്രി എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചാൻസ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ബൈനാൻസ് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. കോയിൻ മാർക്കറ്റ് ക്യാപ്പ് ഒന്നും നോക്കണമെന്നില്ല. ബൈനാൻസ് ഇല്ലാത്ത ടോക്കൺ നിങ്ങൾക്ക് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കാം. ബൈനാൻസിലുള്ള ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ നേരെ പ്രൈസിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇൻഫോ സെഷൻ ഉണ്ട്. ഇൻഫോയിൽ വന്നാൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണും. റാങ്ക് എത്രാമത്തെയാണ്, നമ്പർ 8th പൊസിഷനിലാണ് ADA വരുന്നത്, മാർക്കറ്റ് ക്യാപ്പ് എത്രയുണ്ട്, ഫുള്ളി ഡൈലൂട്ടർ മാർക്കറ്റ് ക്യാപ്പ്, ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം. ട്രേഡിംഗ് ഡാറ്റ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 minutes 30 minutes 1 hour 2 hour 4 hour അതേപോലെ തന്നെ 1 day നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ആൻഡ് നമ്മുടെ സെക്കൻഡ് ടോക്കൺ എന്ന് പറഞ്ഞാൽ XRP ആണ്. അപ്പോൾ XRP നമുക്കറിയാം SECയുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് XRP നല്ല രീതിക്ക് ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് 1 week അല്ലെങ്കിൽ 1 month തന്നെ എടുത്ത് നോക്കാം. ഓക്കെ, ഏകദേശം $1.9 വരെ പോയതാണ് ആ ഒരു മാർക്കറ്റ് ക്രാഷിൽ. അതേപോലെ തന്നെ നല്ല രീതിക്ക് ക്രാഷായി $0.28 വരെ പോയി. കാരണം ആ ഒരു സമയത്ത് തന്നെയാണ് SECയുടെ ഇഷ്യൂ വന്നത്. അപ്പോൾ $0.2 വരെ പോയി. പിന്നെയും ഒന്ന് റീട്രേസ്മെൻറ്റ് നല്ല ബൗൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ബൗൺസ് മേജറായിട്ടുള്ളൊരു ബൗൺസ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടോക്കൺ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പൊട്ടൻഷ്യൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ടോക്കണാണ്. അതേപോലെ തന്നെ പമ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ പമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ
ആ ഒരു മേജറായിട്ടുള്ളൊരു പമ്പ് ഈ ഒരു ടോക്കണിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും XRPക്ക് SECയുടെ ഇഷ്യൂസൊക്കെ മാറി നല്ല പോസിറ്റീവ് ന്യൂസ് വരുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഫ്യൂച്ചറിൽ പമ്പാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മളെ തേർഡ് കോയിൻ എന്ന് പറഞ്ഞാൽ ഡോജി കോയിൻ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഡോജി കോയിൻ നിങ്ങൾ ഡിപ്പ് കിട്ടുന്ന സമയത്തൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കാൻ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡോജി കോയിൻ്റെ പൊട്ടൻഷ്യൽ ബേസ് ചെയ്തിട്ടല്ല. ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോജി കോയിൻ ഒരു മീമി കോയിൻ തന്നെയാണ്. പക്ഷേ നമുക്ക് ഡോജി കോയിൻ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് എലൻ മസ്കുമായിട്ടാണ്. പേയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിലും എലൻ മസ്ക് അത് ട്വീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോജി കോയിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്വീറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്പ് കിട്ടുമ്പോഴൊക്കെ ആ ഒരു ടോക്കൺ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എലൻ മസ്കിൻ്റെ ഈ ഒരു ട്വീറ്റ് വരുന്ന സമയത്ത് മാത്രം നിങ്ങൾ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10 to 20% സോൾഡ് ആയിട്ടുള്ള ഈസി പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് പമ്പായതിൻ്റെ ബേസിസ് തന്നെ നമുക്ക് നോക്കാം. കഴിഞ്ഞൊരു 1 വീക്കിൽ $0.5 0.56 0.97 $0.05 ഒരു 1 to 2 വീക്സിൽ തന്നെ $0.1 വരെ പമ്പ് ചെയ്ത് പോയിട്ടുണ്ട് ഡോജി കോയിൻ. അപ്പോൾ ഇനി എന്തായാലും ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ റീട്രേസ്മെൻറ്റിലൊക്കെ മാക്സിമം DC ചെയ്യാൻ വേണ്ടി നോക്കുക. മീമി കോയിൻ ആണെന്നുണ്ടെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ടുള്ള ഒരു ഹൈപ്പ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് വരും, ഡൗൺലോഡിലേക്ക് വരും. ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് റീബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫോർത്ത് ടോക്കൺ എന്ന് പറഞ്ഞാൽ വെറ്റ് ടോക്കൺ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അണ്ടർ റേറ്റഡ് കോയിൻസിൽ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്ത കോയിൻസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കാം. നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്തിരുന്ന മുന്നത്തെ വീഡിയോസിലൊക്കെ കൂടുതൽ സ്ട്രെസ് ചെയ്ത ടോക്കൺ TRX ആയിരുന്നു. ഇപ്പോൾ TRXൻ്റെ ബേസിസിൽ BTTC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ ഉണ്ട്, അതേപോലെ തന്നെ വിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വെറ്റും നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു 3 ടോക്കൺസ് നിങ്ങൾ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ ക്രാഷ് ആയ സമയത്ത് അത്യാവശ്യം പിടിച്ചു നിന്നൊരു ടോക്കണായിരുന്നു നമ്മുടെ TRX. അപ്പോൾ TRX മാർക്കറ്റ് പമ്പ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നല്ല രീതിക്ക് തന്നെ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ടൈമിൽ തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് ഒരു 20,000 നിൽക്കുമ്പോൾ TRX ഒരു 5.5 to 6 rupees ഇടയിലായിരുന്നു. പക്ഷേ മാർക്കറ്റ് പമ്പ് ചെയ്യണതിൻ്റെ മുന്നേ തന്നെ TRX പമ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ അത്യാവശ്യം 9 rupees ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു TRXൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ മൂവ് ചെയ്യുന്ന ടോക്കൺസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വിങ്, പിന്നെ BTTC, അതേപോലെ വെറ്റ്, പിന്നെ നമുക്ക് നമ്മുടെ ഹോബി ടോക്കൺ, HT ടോക്കൺ. ഈ ഒരു 4 ടോക്കൺസ് മെയിൻലി നമ്മുടെ TRXനെ ബേസ് ചെയ്ത് മൂവ് ചെയ്യാറുണ്ട്. ഈ ഒരു വെറ്റൊക്കെ അണ്ടർ റേറ്റഡ് ടോക്കണാണ്. ഇപ്പോൾ വെറും 2.2 rupees ആണ്. നമുക്ക് 1.3 വന്നിട്ടായിരുന്നു. ഇപ്പോഴും വലിയൊരു മൂവ്മെൻ്റ് ഒന്നും തന്നിട്ടില്ല. നമുക്ക് ഓൾ ടൈം ഹൈ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ $0.27 ഒക്കെ വരെ പോയിട്ടുണ്ട്. അത്രയ്ക്കും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു $0.1 വരെ പോകണമെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ്സ് ഈ ഒരു വെറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ BTC പിന്നെയും റീട്രേസ് ചെയ്ത് ഒരു ഓൾ ടൈം ഹൈ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വെറ്റിൽ നിന്നൊക്കെ നല്ല രീതിക്ക് ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് നല്ല ക്വാണ്ടിറ്റി കിട്ടും. പമ്പാണ് സമയത്ത് നമുക്ക് അത്രയും പ്രോഫിറ്റും എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ടോക്കൺ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ലാസ്റ്റ് ടോക്കൺ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ലാസ്റ്റ് ടോക്കൺ എന്ന് പറഞ്ഞാൽ സാൻഡ് ടോക്കൺ ആണ്. അപ്പോൾ സാൻഡ് ടോക്കൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മെറ്റാവേഴ്സിൻ്റെ ബേസിസിൽ വരുന്ന ടോക്കണാണ്. അപ്പോൾ മെറ്റാവേഴ്സ് ഹൈപ്പായ സമയത്ത് നമ്മുടെ സാൻഡ് ടോക്കൺ നല്ല രീതിക്ക് തന്നെ ഹൈപ്പായി. ആ ഒരു മെറ്റാവേഴ്സിൻ്റെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞ സമയത്ത് നല്ല രീതിക്ക് ക്രാഷുമായി. പക്ഷേ ഈ ഒരു ടോക്കൺ പൊട്ടൻഷ്യലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ടോക്കണാണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ നല്ല രീതിക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ടോക്കണാണ്. അപ്പോൾ ഇതിൻ്റെ സാൻഡ്, ആപ്പെ ടോക്കൺ, അന ഇങ്ങനത്തെ ടോക്കൺസൊക്കെ നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്ത് വയ്ക്കുക. ഇപ്പം നല്ല രീതിക്ക് ക്രാഷായി നല്ലൊരു ഡംപിലാണുള്ളത്. $0.27 വരെ ഡംപ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഓൾ ടൈം ഹൈ $8.4 വരെ റീച്ച് ചെയ്ത് $8 ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് $0.5 ഒക്കെ വളരെ ചെറിയൊരു എമൗണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും അത്യാവശ്യം ഒരു 45 rupees അല്ലെങ്കിൽ 14 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെറിയൊരു എമൗണ്ടൊക്കെ പർച്ചേസ് ചെയ്യാം. സാൻഡ്, മന, അതേപോലെ ആപ്പെ ഇങ്ങനത്തെ മെറ്റാവേഴ്സ് ടോക്കൺസ്, ബൈനാൻസിലുള്ള ടോക്കൺസ് ഇപ്പോഴും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് അല്ലെങ്കിൽ 1 month ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ക്രാഷിനെ ആയിരിക്കും. ആ ഒരു മാക്സിമം ക്രാഷ് ആയിട്ടുള്ള ടോക്കൺസ് മാക്സിമം പൊട്ടൻഷ്യൽ ആയതെന്ന് നോക്കി ആ ഒരു ടോക്കൺസിൽ മാക്സിമം എൻ്റർ ചെയ്യാം. നല്ല രീതിക്ക് പ്രോഫിറ്റ്സ് നമുക്ക് ഫ്യൂച്ചറിൽ എടുക്കാം. ഇത്രയൊക്കെയുള്ള കേസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. പിന്നെ നമുക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങൾ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് ലോ ലെവറേജ് യൂസ് ചെയ്ത് മാത്രം ചെയ്യുക. സ്റ്റോപ്പ് ലോസ് എന്തായാലും വെക്കുക. സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഒരു ട്രേഡ് എടുക്കാതിരിക്കുക. ഒരു ഫഡ് ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ക്രാഷ് ആകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. അതേപോലെ ഇനിയും നല്ല നല്ല ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് പമ്പ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചർ ട്രേഡിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അസറ്റും ലിക്വിഡേറ്റ് ആകാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. ആ ഒരു സിറ്റുവേഷൻ വരുത്താതിരിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നല്ല രീതിക്ക് ഒരു പമ്പിലായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ രാവിലെ എണീച്ച് നോക്കുന്ന സമയത്ത് ഫുള്ളി ലിക്വിഡേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എല്ലാ ട്രേഡിലും വെക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള കേസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ യൂസ്ഫുൾ ആയി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നുണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോ ഗുഡ് ബൈ.